وعلى أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. വളരെ ബഹുമാനികളായ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പള്ളിയിൽ അവന് വേണ്ടി ഇഅ്തികാഫിരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി എല്ലാവരും ഇരിക്കുക. നവൈതുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്ത് തരുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാത്ത ശിഷ്ടകാല ജീവിതം തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുകയും ജീവിക്കുന്ന കാലത്ത് അവിടുത്തെ പൊരുത്തം കരഗതമാക്കുകയും അന്ത്യനാളിൽ അവിടുത്തെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ അവസാനിപ്പിച്ച രണ്ട് അതിമഹത്തരമായ സൂറത്തുകളാണ് നമുക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ മുഅവ്വിദത്തൈൻ എന്ന് പ്രസിദ്ധമായിട്ടുള്ള സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. ഏകദേശം എല്ലാ വിശ്വാസികൾക്കും മനഃപ്പാഠമുള്ള, നമ്മൾ നിത്യേന എന്നോണം പാരായണം ചെയ്യുന്ന അതിവിശിഷ്ടമായിട്ടുള്ള രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രാ മധ്യേ ജുഹ്ഫയുടെ അടുത്തെത്തിയപ്പോൾ അവിടെ വെച്ച് അതിശക്തമായ കാറ്റും കാലാവസ്ഥ അതിശക്തമായി ഇരുളുകയും ചെയ്തപ്പോൾ കൂടെയുണ്ടായിരുന്ന ഉഖ്ബ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് സൂറത്ത് ഓതിയിട്ട് ഇവ രണ്ട് ഉപയോഗിച്ച് അള്ളാഹുവിനോട് കാവൽ തേടൂ എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് സൂറത്തുകൾ ഓതി കാവൽ തേടുകയും ഉഖ്ബ റളിയല്ലാഹു അൻഹുവിനോട് തഅവ്വദ ബിഹിമ, ഈ രണ്ട് സൂറത്തുകൾ മുൻനിർത്തി അള്ളാഹുവിനോട് കാവൽ തേടൂ എന്നാവശ്യപ്പെടുകയും, അല്ലെങ്കിൽ ഈ സൂറത്തുകൾ ഉപയോഗിച്ച് കാവൽ തേടൂ എന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന ഹദീസ് മിക്കവാറും എല്ലാ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയും. ആ ഇരുൾ മാറുകയും ആ കാലാവസ്ഥ സാധാരണയിലാവുകയും ചെയ്തതും ഈ സൂറത്തിൻ്റെ പാരായണത്തെ തുടർന്ന് അങ്ങനെ സംഭവിച്ചതും ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിശ്വാസികൾക്കുണ്ടാകുമ്പോഴും കാവൽ തേടാൻ തക്ക രൂപത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള പരിശുദ്ധ ഖുർആനിനെ ആ രണ്ട് സൂറത്തുകൾ കൊണ്ട് അവസാനിപ്പിച്ച് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസ്. ഇതിൻ്റെ അവതീർണതയെക്കുറിച്ച്, അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം ചതി പ്രയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇദാ അവൈത ഇലാ ഫിറാഷിക്, അങ്ങ് കിടക്കാൻ വേണ്ടി, ഉറങ്ങാൻ വേണ്ടി അങ്ങയുടെ വിരിപ്പിലേക്ക് ചെന്നാൽ ഫഖുൽ, അങ്ങ് പാരായണം ചെയ്യണം ഈ രണ്ട് സൂറത്തുകൾ എന്ന് പറയുന്ന ഹദീസുകൾ ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായി പറയപ്പെട്ടിട്ടുണ്ട്. അഥവാ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ കാവൽ തേടാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അധ്യായമാണ് ഈ രണ്ട് സൂറത്തുകളെന്നും, അതുമാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിഹ്ർ ചെയ്യാൻ ലബീദ് ഇബ്നുൽ അഅസം എന്ന് പറയുന്ന ഒരാൾ, അയാൾ ശ്രമം നടത്തുകയും അയാളുടെ മാരണക്രിയയിൽ കൂടാറുണ്ടായിരുന്ന പെൺകുട്ടികളെ ഉപയോഗിച്ച് അയാൾ പ്രത്യേകമായ 11 കെട്ടുകൾ നൂലിൽ കെട്ടിയിട്ട് സിഹ്ർ ചെയ്ത സംഭവവും ഈ സൂറത്തുകളുടെ അവതരണ പശ്ചാത്തലമായി തഫ്സീറുകളിൽ കാണാൻ കഴിയും.
അങ്ങനെ ആ സിഹറിനെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശാരീരികമായ പ്രയാസം 3 ദിവസം നീണ്ടുനിന്ന പ്രയാസമുണ്ടാവുകയും ഒടുവിൽ ഈ 2 സൂറത്തുകൾ അവതരിപ്പിച്ച് അള്ളാഹു കാവൽ തേടാൻ ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലിയാർ തങ്ങളെയും തൽഹാ റളിയല്ലാഹു അൻഹുവിനെയും പറഞ്ഞയച്ച് സിഹ്ർ ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കളെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ഈ 2 സൂറത്തുകൾ ഉൾക്കൊള്ളുന്ന 11 ആയത്തുകൾ, അതിൽ ഓരോ ആയത്തും ഊതിയിട്ട് ഓരോ കെട്ടുകൾ അഴിച്ചു മാറ്റുകയും അതിനെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസുഖം ഭേദപ്പെടുകയും ചെയ്തതായും ഈ 2 സൂറത്തുകളുടെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ തഫ്സീറുകളിൽ ഉദ്ധരിക്കപ്പെട്ടതായി കാണാൻ കഴിയും. അങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, അതുപോലെ കാലാവസ്ഥാപരമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒക്കെ കാവലായി മുസ്ലിങ്ങൾക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി സമ്മാനിച്ചിട്ടുള്ള വളരെ വിശിഷ്ടമായ ശ്രേഷ്ഠതകൾ നിറഞ്ഞ 2 സൂറത്തുകളാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. ജുഹഫയിലെ പ്രസ്തുത സംഭവത്തിൽ തന്നെ ഉഖബയോട് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ തഅവ്വദ മുതഅവ്വിദുൻ ബിമിസ്ലിഹിമാ, ഈ 2 സൂറത്തുകൾ പോലെ കാവൽ തേടാൻ പറ്റിയതൊന്നും ഒരു കാവൽ തേടുന്നയാളും ഉപയോഗിച്ചിട്ടില്ല. അഥവാ ഏത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലാഹുവിങ്കൽ നിന്ന് കാവൽ തേടാൻ പറ്റുന്ന ഏറ്റവുകളാണ് നാസും എന്ന് റസൂലുള്ളാഹി വസല്ലം ഉഖബ റളിയല്ലാഹു കാണാൻ കഴിയും. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിന് അല്ലാഹു സുബ്ഹാനഹു നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ സാധാരണ മനസ്സിലാവുന്ന, അതോടൊപ്പം ആത്മീയമായ പരിഹാര രീതികൾ കൂടി പ്രശ്നങ്ങൾക്കുണ്ടാവാം. ഭൗതികമായി നമുക്ക് ചെയ്യാവുന്ന പരിഹാര ക്രിയകൾ ചെയ്യുന്നതോടൊപ്പം ആത്മീയമായി ചെയ്യാവുന്ന പരിഹാര ക്രിയകൾ കൂടി ചെയ്തുകൊണ്ടാണ് പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ പ്രശ്നങ്ങളുടെ പൂരകങ്ങൾ കണ്ടെത്തേണ്ടത്. അത്തരത്തിൽ പല തരത്തിലുള്ള ദിക്റുകൾ ചൊല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസുഖബാധിതരായിട്ടുള്ള ആളുകളെ മന്ത്രിക്കുന്നതും അതുപോലെ തന്നെ അതിനുള്ള നിർദ്ദേശം നൽകുന്നതുമൊക്കെ ഹദീസുകളിൽ കാണാമെങ്കിലും ഈ 2 സൂറത്തുകളുടെ അവതീർണതയ്ക്ക് ശേഷം മറ്റൊന്നുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചിരുന്നില്ല എന്നും, ഈ 2 സൂറത്തുകൾ എല്ലാ ദിക്റുകൾക്കും പകരമായി കാവൽ തേടാൻ ഏറ്റവും ഉപയുക്തമായി പഠിപ്പിക്കപ്പെട്ടുവെന്നും ഈ സൂറത്തിൻ്റെ വിശദീകരണങ്ങൾ പറയുന്നിടത്ത് ഖുർആൻ വ്യാഖ്യാതാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കാരണം ഈ സൂറത്ത് അവസാനിപ്പിക്കുന്ന ഒരു ശൈലി, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാം, അതിൽ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ വിശേഷണങ്ങൾ എങ്ങനെയാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കി തരുന്ന സൂറത്തുൽ ഇഖ്ലാസ്, അത് പറഞ്ഞതിന് ശേഷമാണ് ഈ 2 സൂറത്തുകൾ പറയുന്നത്. ഈ 2 സൂറത്തുകളുടെ സവിശേഷതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫലഖ്, 2നെയും പൊതുവെ മുഅവ്വിദത്തൈൻ, കാവൽ നൽകുന്ന 2 സൂറത്തുകൾ എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും 2നും പ്രത്യേകം നാമം അൽ ഫലഖ് എന്നും അന്നാസ് എന്നുമാണ്. ഈ അൽ ഫലഖ് എന്ന് പറയുന്ന സൂറത്ത്, അതിലെ 5 ആയത്തുകൾ, അവ ആരംഭിക്കുന്നത് റബ്ബുൽ ഫലഖിനോട് കാവൽ തേടിയിട്ടാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നബിയെ ഇങ്ങനെ കാവൽ തേടണം. എങ്ങനെയാണ് കാവൽ തേടേണ്ടത്? അഊദു ബിറബ്ബിൽ ഫലഖ്, റബ്ബുൽ ഫലഖിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറഞ്ഞ് ആരംഭിച്ച് കാവൽ തേടണം. റബ്ബുൽ ഫലഖ് എന്ന പടച്ച റബ്ബിന്റെ ഒരു വിശേഷണം പറഞ്ഞ് ഫലഖിന്റെ നാഥനോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞ് 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടണം. മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഈ 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടാൻ പടച്ച റബ്ബിന്റെ ഒരു വിശേഷണം പറയണം, റബ്ബുൽ ഫലഖ്. പിന്നെ അടുത്ത സൂറത്താണെങ്കിൽ ഒരു കാര്യത്തിൽ നിന്ന് കാവൽ തേടാൻ 3 വിശേഷണങ്ങൾ റബ്ബിൻ്റെതായി പറയണം. അതാണ് അഊദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. മലിക്കുന്നാസും റബ്ബുന്നാസും ഇലാഹുന്നാസുമായവനോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞ് ഒരു കാര്യത്തിൽ നിന്ന് കാവൽ തേടണം.
രണ്ട് സൂറത്തുകളിലുമായി 5 കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. അതിലെ 1-ാം അധ്യായത്തിൽ റബ്ബിന്റെ ഒരു വിശേഷണം പറഞ്ഞ് 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടുന്നു. 2-ാം അധ്യായത്തിൽ റബ്ബിന്റെ 3 വിശേഷണങ്ങൾ പറഞ്ഞ് ഒരു കാര്യത്തിൽ നിന്ന് കാവൽ തേടുന്നു. ഈ കാവൽ തേടാൻ ഉപയോഗിക്കുന്ന രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റബ്ബുൽ ഫലഖ് എന്ന് പറയുന്ന വിശേഷണം, ഫലഖിന്റെ നാഥൻ. ഫലഖ് എന്നാൽ കീറുക, പിളർത്തുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അനന്തമായ ഇരുളുകളിൽ നിന്ന് ഉണ്മയുടെ വെളിച്ചം കീറിയവനാണ് റബ്ബ്. ഫാലിഖുൽ ഇസ്ബാഹ്, പ്രഭാതത്തെ കീറുന്നവനാണ് റബ്ബ്. ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന, നമ്മുടെ ചക്രവാളത്തെ മുച്ചൂടും ഗ്രസിച്ചു നിൽക്കുന്ന ഇരുളുകളിൽ നിന്ന് വെളിച്ചമുള്ള, ഉപജീവനത്തിന് വേണ്ടി മനുഷ്യൻ പരക്കം പായുന്ന, അറിവ് തേടിയും അല്ലാതെയും മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്ന വെളിച്ചമാർന്ന പ്രഭാതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് റബ്ബ് ആ ഇരുളുകളെ ഫലക്ക് ചെയ്യുമ്പോഴാണ്. അവന്റെ അത്യത്ഭുതകരമായ സൂര്യൻ എന്ന സൃഷ്ടിയെ ഉപയോഗിച്ച് ഇരുണ്ട രാത്രിയെ ഫലക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇരുളുകൾക്ക് ശേഷം വെളിച്ചം വരുന്ന നിമിഷം, ആ നിമിഷത്തെ നിർമ്മിക്കുന്ന നാഥൻ, അതാണ് റബ്ബുൽ ഫലഖ് എന്നർത്ഥം. ഇനി അതൊരു മറ്റൊരു നിലയിൽ മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് അനന്തമായ ഇരുട്ടായിരുന്നു. മുത്തനാഹിയത്തായ ളുൽമ, അനന്തമായ ഒരു ഇരുട്ട്, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഇരുട്ട്. ആ ഇരുട്ടിന് ശേഷം തക്വീനിന്റെ വെളിച്ചം, ഉണ്മയുടെ വെളിച്ചം, ഉണ്ടാക്കലിന്റെ വെളിച്ചം സംഭവിച്ച ഒരു നിമിഷമുണ്ട്. നമ്മളത് പറയാറുണ്ടല്ലോ. അള്ളാഹു മാത്രം ഉണ്ടായിരുന്നൊരിടത്ത് നിന്ന് സൃഷ്ടികൾ ഉണ്ടാകുന്ന, മഖ്ലൂക്കുകൾ ഉണ്ടാകുന്ന നിമിഷം. സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അതുവരെ ളുൽമത്താണ്, അനന്തമായ ഇരുട്ടാണ്. അനന്തമായ ഇരുട്ടിനെ ഫലഖ് ചെയ്ത് പടച്ച റബ്ബ് തക്വീൻ ചെയ്യുന്ന, ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി ഉണ്ടാകുന്ന, മഖ്ലൂക്കുകൾ തുടങ്ങുന്ന ഒരു നിമിഷം. ഒന്നുമില്ലാതിരുന്ന ഒരിടത്ത് നിന്ന് എല്ലാം ഉണ്ടായിത്തീരുന്ന നിമിഷം. ആ നിമിഷത്തിന്റെ നാഥനോട് ഞാൻ കാവൽ തേടുന്നു. അതാണ് അഊദു ബിറബ്ബിൽ ഫലഖ്, പിളർത്തലിന്റെ നാഥൻ. പിന്നീട് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും പിളർത്തലിലൂടെ, വേദനയിലൂടെ ഒക്കെയാണ് നിർമ്മിക്കാറുള്ളത്. നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് നമ്മുടെ മാതാവിന്റെ ഗുഹ്യഭാഗം ഫലഖ് ചെയ്തുകൊണ്ടാണ്. വിത്ത് മുളച്ചു വരാറുള്ളത് വിത്ത് ഫലഖ് ചെയ്തുകൊണ്ടാണ്. വലിയ വലിയ സസ്യങ്ങൾ മുളച്ചു വരാറുള്ളത്. ഈ ലോകത്തെല്ലാറ്റിലും ഒരു പിളർത്തലിന്റെ, ഫലഖിന്റെ വേദനകൾ ഉണ്ടാവാൻ കഴിയും, വേദനകൾ കാണാൻ കഴിയും. അത് ഈ പ്രപഞ്ചത്തിന്റെ തുടക്കത്തെ കുറിച്ച് കൂടിയുള്ള ഓർമ്മയാണ്. അനന്തമായ ഇരുളുകളിൽ നിന്ന് തക്വീനിന്റെ, ഉണ്മയുടെ വെളിച്ചം പടച്ച റബ്ബ് ഉണ്ടാക്കിയതിനെ എല്ലാ നേരങ്ങളിലും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. അതിന് റബ്ബിനോട് കാവൽ തേടുന്നതിന്റെ ആമുഖമായി അവന്റെ വിശേഷണമായ റബ്ബുൽ ഫലഖ്, പ്രഭാതത്തിന്റെ നാഥൻ, പിളർത്തലിന്റെ നാഥൻ, കീറലിന്റെ നാഥൻ, അനന്തമായ ഇരുളുകളിൽ നിന്ന് ഉണ്മയുടെ വെളിച്ചം കീറിയ നാഥൻ, അവനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. 4 കാര്യങ്ങളിൽ നിന്നാണ് ഫലഖ് സൂറത്തിൽ നമ്മൾ കാവൽ തേടുന്നത്. ഒന്ന്, മിൻ ശർരി മാ ഖലഖ്, മഖ്ലൂക്കുകളിൽ ഉണ്ടാവുന്ന ഉപദ്രവങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന്. അള്ളാഹുവിന്റെ മഖ്ലൂക്ക്, അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചം അള്ളാഹുവിന്റെ മഖ്ലൂക്കാണ്. ആ മഖ്ലൂക്കിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മൊത്തത്തിൽ ആദ്യം കാവൽ തേടുകയാണ്. മിൻ ശർരി മാ ഖലഖ്, മഖ്ലൂക്കിന്റെ ഉപദ്രവത്തിൽ നിന്ന്, ഷെറിൽ നിന്ന്, തിന്മയിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയുന്നു. പിന്നീടാണ് ഓരോന്ന് 2-3 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നു. ആദ്യം മൊത്തത്തിൽ പറയുന്നു, പിന്നീട് ഫലഖ് സൂറത്തിൽ 3 കാര്യങ്ങൾ കൂടി പറയുന്നു. അത് മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. രാത്രി പ്രവേശിച്ചാൽ ഉണ്ടാവുന്ന പ്രയാസങ്ങളിൽ നിന്ന് കാവൽ തേടുന്നു എന്നാണ് ഒന്നാമത് പറഞ്ഞത്. ഇരുട്ട് വീണ്ടും വരുന്ന നേരമാണ് രാത്രി. പ്രപഞ്ചം ഒന്നുമല്ലാതിരുന്ന നേരങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന നേരമാണ് രാത്രി. പ്രയാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന നേരമാണ് രാത്രി. ഏത് പ്രയാസങ്ങൾക്ക് ശേഷവും വെളിച്ചം വരാനുണ്ട് എന്ന പ്രതീക്ഷ നൽകുന്ന നേരം കൂടിയാണ് രാത്രി. മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി പ്രവേശിച്ചാൽ ഉണ്ടാവുന്ന പ്രയാസങ്ങളിൽ നിന്ന്.
രാത്രി കൂടുതൽ ഇരുണ്ടതാകുമ്പോഴുണ്ടാകുന്ന പ്രയാസത്തിൽ നിന്ന്, ചില വ്യാഖ്യാന പ്രകാരം കറുത്ത വാവിനുണ്ടാവുന്ന പ്രയാസങ്ങളിൽ നിന്ന്. രാത്രി കൂടുതൽ ഇരുളുമ്പോൾ അവിടെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രയാസങ്ങളിൽ നിന്ന് ഫലക്കിന്റെ നാഥനോട് കാവൽ തേടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഇരുളുകളിൽ നിന്ന്, നമ്മുടെ മനസ്സനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, നമ്മൾ അനുഭവിക്കുന്ന വേദനകളിൽ നിന്ന്, ആ വേദനകൾക്ക് ശേഷം ഫലക്ക് ചെയ്ത് വെളിച്ചം വരുന്ന ഒരു നിമിഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടി ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുകയാണ്. പിന്നെ പറയുന്നത് എന്നാണ്. കെട്ടുകളിൽ ഊതിയ ആ സ്ത്രീകളുടെ ശർറിൽ നിന്ന്, കെട്ടുകളിൽ ഊതിയിട്ട് നഫസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഊതുക എന്ന് മാത്രം അതിന് അർത്ഥം പറഞ്ഞാൽ പോരാ, ഉമിനീരോടുകൂടി ഊതുക. ഉമിനീരോട് വെറുതെ ഊതുന്നതിന് അറബിയിൽ നഫ്ഖ് എന്നാണ് പറയുക. നഫസ് എന്ന് പറഞ്ഞാൽ ഉമിനീരോടുകൂടി ഊതലാണ്. ഉമിനീര് കലർത്തി, തങ്ങളുടെ ഉമിനീര് കൂടി കൂട്ടിക്കലർത്തിയിട്ട് മാരണം ചെയ്യാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിഹ്ർ ചെയ്യാൻ വേണ്ടിയിട്ട് ഊതിക്കെട്ടിയിട്ട ആ സ്ത്രീകളുടെ ശർറിൽ നിന്ന് കാവൽ തേടുന്നു എന്നാണ്. അത് നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്തുത സംഭവത്തിൽ നിന്നാണെങ്കിൽ ലോകത്തെല്ലാ കാലഘട്ടത്തിലുമുള്ള ആളുകൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മരണക്കാരിൽ നിന്നും, മരണം ചെയ്യാൻ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളിൽ നിന്നും കാവൽ തേടുന്നു എന്നായി അർത്ഥം. അവസാനം നാലാമത്തെ കാവൽ തേടലായി ഫലക്കിൽ പറയുന്നത് അസൂയക്കാരുടെ അസൂയയിൽ നിന്ന് എന്നാണ്. ഹസദുൽ ഐൻ, ഹസദുൽ ഖൽബ്, അതുപോലെ ഹസദുൽ ലിസാൻ. നാവിന്റെ അസൂയയുണ്ട്, ഹൃദയത്തിന്റെ അസൂയയുണ്ട്, കണ്ണിന്റെ അസൂയയുണ്ട്. മൂന്ന് അസൂയയും സമന്വയിക്കുന്ന പദമാണ് ഹസദ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ശത്രുതയുണ്ടാവുന്നത് മനുഷ്യന്റെ കൽബിലെ ഹസദ് എന്ന് പറയുന്ന രോഗം കാരണമാണ്. അപരന്റെ അനുഗ്രഹങ്ങളോട് മറ്റുള്ളവർ കാണിക്കുന്ന വിമ്മിഷ്ടമാണ്. നമ്മളല്ലാത്തവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തരത്തിലുള്ള വിഷമമാണ്. അപരന്റെ അനുഗ്രഹങ്ങളോടുള്ള മനോവിഷമമാണ് അസൂയ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ അപരന്റെ അനുഗ്രഹം നീങ്ങിപ്പോകണമെന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. ആ ആഗ്രഹത്തിൽ നിന്ന് പിന്നെ അത് വികസിക്കുകയും നീങ്ങിപ്പോവാനുള്ള പണികൾ എടുക്കുകയും ചെയ്യുന്നു. അപരനോട് ശത്രുതയുണ്ടാകുന്നു. മനുഷ്യരിൽ അവസാനം വരെ നിലനിൽക്കുന്ന, അന്ത്യനാളിൽ മാത്രം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്ന നിമിഷത്തിലാണ് എല്ലാ മനുഷ്യരുടെ മനസ്സിൽ നിന്നും അസൂയ നിർമാർജനം ചെയ്യപ്പെടുന്നത്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അസൂയയെ നിർമാർജനം ചെയ്തുകൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. എന്തുകൊണ്ട്? സ്വർഗത്തിൽ സ്ഥാനവ്യത്യാസങ്ങൾ ഉണ്ടാകും. കൂടുതൽ സ്ഥാനങ്ങളുള്ള ആളുകളെ കാണുമ്പോൾ കുറഞ്ഞ സ്ഥാനമുള്ളയാളിന് സ്വർഗത്തിൽ അസൂയ തോന്നില്ല. ഭൗതിക ലോകത്ത് മനുഷ്യരെല്ലാവരുടെയും മനസ്സിൽ ഗിൽ എന്ന് പറയുന്ന, ഹസദ് എന്ന് പറയുന്ന ഈ രോഗമുണ്ട്. അതിനെ പ്രവർത്തിപ്പിക്കാതെ സൂക്ഷിക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യത. നമ്മളെക്കാൾ നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ അയൽപ്പക്കത്തുള്ളവർ, നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവർ, അവർ നമ്മളെക്കാൾ മികച്ച വേതനം വാങ്ങുമ്പോൾ, മികച്ച സൗകര്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന മനോവിഷമത്തിന്റെ പേരാണ് ഹസദ്. ആ ഹസദിനെ തുടർന്ന് അതൊരു ശത്രുതയായി വികസിക്കുകയും അത് പലതരത്തിലുള്ള ദ്രോഹം ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അസൂയ വെച്ച് പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുന്ന അസൂയക്കാരിൽ നിന്നും ഞാൻ ഫലക്കിന്റെ നാഥനോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞ് 4 കാവലുകളിലായി 4 കാവൽ റബ്ബുൽ ഫലക്കിനോട് ആവശ്യപ്പെട്ട് സൂറത്തുൽ ഫലഖ് അവസാനിപ്പിക്കുന്നു. പിന്നെ സൂറത്തുന്നാസാണ്. സൂറത്തുന്നാസിൽ റബ്ബുന്നാസ്, മലിക്കുന്നാസ്, ഇലാഹുന്നാസ്, ജനങ്ങളുടെ റബ്ബ്, ജനങ്ങളുടെ രാജാവ്, അതുപോലെ തന്നെ ജനങ്ങളുടെ ദൈവം. ജനങ്ങളുടെ റബ്ബ്, ജനങ്ങളുടെ രാജാവ്, ജനങ്ങളുടെ ആരാധ്യൻ ആയവനോട് അള്ളാഹുവിന്റെ 3 വിശേഷണം പറയാണ്. ജനങ്ങളുടെ റബ്ബ്, നമുക്കറിയാം റബ്ബ് എന്നാൽ എന്നാണ്. ഒരു വസ്തുവിനെ ഉണ്ടാക്കിയിട്ട് ആ വസ്തുവിന്റെ പൂർണ്ണത എത്തുന്നത് വരെ അവനോടൊപ്പം ചേർന്ന് അവനെ വളർത്തി വലുതാക്കുക എന്നാണ് റബ്ബ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. നമ്മെ നമ്മുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന റബ്ബിനെ വിളിക്കുന്നു. പിന്നീട് നമ്മുടെ യഥാർത്ഥ രാജാവായ, നമ്മുടെ എല്ലാ കൈകാര്യ കർത്തൃത്വത്തിന്റെയും ഉടമയായ റബ്ബ് എന്ന അവന്റെ വിശേഷണം പറയുന്നു, മലിക്കുന്നാസ്. മൂന്നാമതായി ഇലാഹുന്നാസ്, ജനങ്ങളുടെ ആരാധ്യനായ, പരമമായ ആരാധന നൽകപ്പെടേണ്ടവനായ അവനെ വിളിക്കുന്നു. എന്നിട്ട് ഒരൊറ്റ കാര്യം കാവൽ തേടുന്നു. അതാണ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസിൽ ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യഭൂത വിഭാഗങ്ങളിൽ നിന്ന്
മനുഷ്യന്റെ മനസ്സിൽ കടന്ന് ദുർബോധനങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്തിരിഞ്ഞ് പോയി കളയുന്ന, വസ്വാസ് ഉണ്ടാക്കുന്ന, ദുർബോധനങ്ങൾ നടത്തുന്ന, വേണ്ടാത്ത ചിന്തകൾ സമ്മാനിക്കുന്ന, മനുഷ്യന്റെ മനസ്സുകളെ മലീമസപ്പെടുത്താൻ ശ്രമിക്കുന്ന മനുഷ്യഭൂത വിഭാഗങ്ങളിൽ നിന്ന് റബ്ബുന്നാസും മലിക്കുന്നാസും ഇലാഹുന്നാസുമായവനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറ എന്നാണ് സൂറത്തുന്നാസിന്റെ അർത്ഥം. ഒരൊറ്റ ഒരു വിഷയത്തിൽ നിന്നാണ് കാവൽ തേടുന്നത്, അത് മനസ്സാണ്. മനസ്സിൽ ദുർബോധനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ, അത് ദീനിയായ വിഷയത്തിലാണെങ്കിലും അത് കൗടുംബികമായ വിഷയത്തിലാണെങ്കിലും അത് ഏത് തരത്തിലുള്ള വിഷയത്തിലാണെങ്കിലും മനസ്സിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആശയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആളുകളോട് ശത്രുതയുണ്ടാക്കുക, മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയുക. ഇങ്ങനെ പറയുന്ന ആളുകൾ, അവരുടെ പേരാണ് വസ്വാസ് എന്ന് പറയുന്നത്. വസ്വാസ് എന്ന് പറയുന്നയാള് മിൻശരിൽ വസ്വാസിൽ ഖന്നാസ്. അയാൾ വസ്വാസ് ഉണ്ടാക്കിയിട്ട് പിന്നെ അയാൾ ചെയ്യുന്ന പണി അൽ ഖന്നാസ്, പിന്തിരിഞ്ഞു പോവലാണ്. വസ്വാസ് ഉണ്ടാക്കി അവിടെ തന്നെ നിൽക്കില്ല. വസ്വാസ് ഉണ്ടാക്കിയാൽ അയാളുടെ കർത്തവ്യം കഴിഞ്ഞു, അയാൾ പോവും. പിന്നെ ഈ വസ്വാസ് ഉണ്ടാക്കപ്പെട്ടവനാണ് അതിന്റെ അപകടങ്ങളും പേറി ഇങ്ങനെ ജീവിക്കുക, അതിന്റെ ഭാരവും പേറി ജീവിക്കേണ്ടി വരിക. നമ്മളോട് നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ ഭാര്യയെക്കുറിച്ച്, നമ്മുടെ ഇഷ്ടക്കാരെക്കുറിച്ച് ആരെങ്കിലും വന്നൊരു കുറ്റം പറഞ്ഞവൻ അതും കഴിഞ്ഞ് ഖന്നാസ്, അവൻ പിരിഞ്ഞു പോയി. പിന്നെ ആ ഭാരവും പേറി ജീവിക്കേണ്ടി വരിക, അതിന്റെ പ്രയാസവും പേറി ജീവിക്കേണ്ടി വരിക നമ്മളാണ്. അങ്ങനെ വസ്വാസ് ഉണ്ടാക്കുന്ന, പിന്നീട് പിന്തിരിഞ്ഞു പോയി കളയുന്ന ആളുകൾ, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ മനസ്സുകളെ മലീമസപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ, അവർ മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലുമുണ്ട് അതുപോലെ ജിന്നുകളിലുമുണ്ട്. ജിന്നുകളിലും മനുഷ്യരിലുമായി കഴിഞ്ഞുകൂടുന്ന ഒരു കൂട്ടം ആളുകൾ, ആളുകളുടെ മനസ്സിൽ വേദനയുണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, സങ്കീർണതകൾ ഉണ്ടാക്കുന്ന, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് റബ്ബുന്നാസും മലിക്കുന്നാസും ഇലാഹുന്നാസുമായവനോട് കാവൽ തേടുന്നു എന്ന് പറ എന്നാണ് പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ അധ്യായത്തിലൂടെ അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഈ രണ്ട് സൂറത്തുകളെ ഇസ്ലാമിക ലോകം മുഅവ്വിദത്തൈൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും അതെല്ലാ പ്രാർത്ഥനകളിലും എല്ലാ നിസ്കാരത്തിന് ശേഷവും ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റുകളിൽ ഒന്നാണ് ഈ രണ്ട് സൂറത്തുകളുടെ പാരായണം. തഅവ്വദ് ബിഹിമാ ഇദാ കുല്ലമാ ഖുംത വനിംത എന്ന് പറയുന്ന ഒരു ഹദീസ് കാണാം. കുല്ലമാ ഖുംത വനിംത, എപ്പം നീ ഉറങ്ങാൻ പോവുകയാണെങ്കിലും എപ്പോൾ നീ ഉണർന്നെഴുന്നേൽക്കുകയാണെങ്കിലും ഈ രണ്ട് സൂറത്തുകൾ ഉപയോഗിച്ച് കാവൽ തേടാൻ മറക്കരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സദാ ഈ സൂറത്തിനെ മുറുകെ പിടിക്കുക. നമ്മുടെ ആത്മീയമായും ശാരീരികമായും എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളിൽ നിന്ന് കാവലായി പടച്ചറബ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള അവന്റെ പരിശുദ്ധ ഖുർആനിനെ അവസാനിപ്പിക്കാൻ വേണ്ടി അവൻ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള രണ്ട് അധ്യായങ്ങളാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. പ്രപഞ്ചത്തിന്റെ അനന്തമായ ഇരുളുകളിൽ നിന്ന്, ഈ ലോകത്ത് ഒന്നുമല്ലാതിരുന്ന ഇരുളുകളിൽ നിന്ന് ഈ ലോകത്തെ ഉണ്മയിലേക്ക് എത്തിച്ച നാഥനെ വിളിച്ചുകൊണ്ട് കാവൽ തേടൽ ആരംഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സൂറത്തുൽ ഫലഖും, അതുപോലെ മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം ഉണ്ടാക്കുന്നവരിൽ നിന്ന് കാവൽ തേടുന്ന സൂറത്തുൻ നാസും ഉൾക്കൊള്ളുന്ന ഈ മുഅവ്വിദത്തൈൻ എന്ന് പറയുന്ന ഇതൊരു ശീലമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ഓതാത്ത ആളുകളുണ്ടെങ്കിൽ അത് ഓതുന്ന ശീലം ഉണ്ടാക്കുക. നിസ്കാരത്തിന് ശേഷം ഇത് ഓതാത്ത ആളുകളുണ്ടെങ്കിൽ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഈ രണ്ട് സൂറത്തുകൾ ഓതുക. അത് രാവിലെ എഴുന്നേറ്റ ഉടനെ ഓതാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ ഓതുക. എല്ലാ ഘട്ടങ്ങളിലും ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് ഒക്കെ സംഭവിക്കുമ്പോൾ ആദ്യത്തെ ഒരു